ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ വോയിസസിനെ കുറിച്ചാണ്. എന്താണ് ഇന്നർ വോയിസ്? അപ്പോൾ ഇന്നർ വോയിസ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നിശ്ചയിക്കുന്നതിലും അതേപോലെ നമ്മുടെ ലൈഫ് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിൽ ഈ ഇന്നർ വോയിസിന് വലിയൊരു പങ്കാണുള്ളത്. അപ്പോൾ ഇന്നർ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിൽ നിന്ന് വരുന്ന വോയിസാണ് ഇന്നർ വോയിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്നർ വോയിസസ് രൂപപ്പെടുന്നതെന്നും ഇതെങ്ങനെയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ ചെറുപ്പത്തിലെ ഒരു ചെറിയ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ കാണുന്നതും കേൾക്കുന്നതുമായ സാഹചര്യങ്ങളിലൂടെ അവൻ്റെ ബോധമനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡ്, ഒരു കാര്യം, ഒരു ചിന്ത, ഒരു തോട്ട്, അത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതാണ് സത്യമെന്ന് വിശ്വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ ഒരു ചിന്ത അവൻ്റെ കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിച്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത ഇത് സത്യമാണെന്ന് ചിന്തിച്ച ആ വ്യക്തി അത് വിശ്വസിച്ച് കഴിയുമ്പോൾ അത് ഇന്നർ മൈൻഡ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പ്രോഗ്രാമായിട്ട് രൂപപ്പെടുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ കുഞ്ഞിൻ്റെ ചെറുപ്പത്തിലെ കുഞ്ഞ് കേൾക്കാൻ സാഹചര്യമായൊരു കാര്യമാണ്: നിന്നെ ഒന്നിനും കൊള്ളൂല, നീ ഒരു മോശം കുട്ടിയാണ്, നിനക്ക് നല്ല സ്വഭാവങ്ങളില്ല, നീ വളർന്നാൽ നിൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും വരില്ല എന്നുള്ളൊരു കാര്യം മേ ബി പാരൻസിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കൂടി ആ കുട്ടി വീണ്ടും വീണ്ടും കേൾക്കാനിടയായി, ഒരുപാട് കേൾക്കാനിടയായി. അങ്ങനെ കേട്ട് ആ കുട്ടി ആ ഒരു കാര്യം, എന്നെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും വരില്ല എന്നുള്ള ചിന്ത സത്യമാണെന്ന് വിശ്വസിച്ച് ആ കുട്ടി ബോധ മനസ്സുകൊണ്ട് അത് ഏറ്റെടുത്താൽ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ ആ ചിന്ത ഒരു പ്രോഗ്രാമായിട്ട് മാറും. അതായത് ആ ചിന്ത ഒരു വിത്തായിട്ട്, ഒരു സീഡായിട്ട് മാറും. പിന്നീട് ആ കുട്ടി വളർന്നു വരുമ്പോൾ ഈ ഒരു സീഡിൻ്റെ ഫലമാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ വരുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മേ ബി കോൺഷ്യസ് മൈൻഡിൽ ആ കുട്ടി സ്വീകരിക്കുന്ന ഒരു ബിലീഫ്, ഒരു വിശ്വാസം: ഞാൻ വളരെ നല്ലൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, ഞാൻ വളരെ കഴിവുള്ളൊരു കുഞ്ഞാണ് എന്നുള്ള പോസിറ്റീവായ തോട്ട്സാണ് ബോധമനസ്സിലൂടെ ആ കുട്ടി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നെങ്കിൽ, മീൻസ് ബിലീവ് ചെയ്യുന്നെങ്കിൽ, ഈ ബിലീഫ് പ്രോസസ്സ് ഈ ഒരു തോട്ടിനെ ഒരു സീഡായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ സീഡാണ് ഓരോ മനുഷ്യൻ്റെയും ഇന്നർ വോയിസിൻ്റെ പുറകിലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം നമ്മുടെ ബോധമനസ്സ് ഉപയോഗിച്ച് തന്നെ നല്ല ഇന്നർ വോയിസസ് പുറപ്പെടുവിക്കുന്ന തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.